പരിശുദ്ധമായ നന്മയേതെന്നറിയോ? അത് മറ്റൊന്നുമല്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ മദീനയുടെ ഏറ്റവും അനുഗ്രഹീതമായത് അജ്വ എന്ന ഈത്തപ്പഴമാണ്. മദീനത്തെ തോട്ടത്തിൽ കാഴ്ച അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈത്തപ്പഴമാണ് അജ്വ ഈത്തപ്പഴം. ആ അജ്വ ഈത്തപ്പഴം എന്നാണ് അജ്വ ഈത്തപ്പഴം എന്നറിയുമോ? ഹിയ സയ്യിദാത്തും മിൻ തംറാത്തിൽ അർളി. ഹബീബായ നബി തങ്ങൾ പറയാ, ലോകത്തുള്ള മുഴുവൻ പഴങ്ങളെയും ഹിയ സയ്യിദാത്തും മിൻ തംറാത്തി ദുനിയാ, ദുനിയാവിലെ മുഴുവൻ പഴങ്ങളുടെയും റാണിയാണ് അജ്വ. വെറും ഒരു കരകരത്ത ഈത്തപ്പഴമല്ല. ഇന്നും മദീനയിലേക്ക് നടന്നു പോകുമ്പോ, അജ്വക്ക് വേണ്ടി നാം കടന്നു പോകുമ്പോ അറിയണം നിങ്ങൾ എന്താണ് അജ്വ എന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ പഴങ്ങളുടെ നേതാവെന്ന് സ്വർഗത്തിന്റെ നേതാവ് പറഞ്ഞ, ഇന്ന് തായ്ലൻഡിൽ നിന്ന് അങ്ങകലെ, വിയറ്റ്നാമിൽ നിന്ന് അങ്ങകലെ, ചൈനയിൽ നിന്നിറങ്ങുന്ന എത്രയെത്ര വിവിധതരം പഴങ്ങൾ, ഏതൊക്കെ രുചികൾ, ഏതൊക്കെ രുചിഭേദങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ലോകത്തിലെ പഴങ്ങളുടെ നേതാവ് ആരെന്നറിയുമോ? അത് ഈ കറുകറുത്ത നമ്മുടെ കൈവിരലിന്റെ ഉള്ളിൽ നിൽക്കുന്ന അജ്വത്ത് മദീന. അത് മദീനയുടെ ഈത്തപ്പഴമായ അജ്വ ഈത്തപ്പഴമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തസബ്ബഹ കുല്ല യൗമിൻ ബിസബഇ തമറാത്തിൻ അജ്വ, ആരെങ്കിലും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 7 അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ, ആരെങ്കിലും എഴുന്നേറ്റാൽ ഉടനെ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു ദിവസത്തിലെ പ്രഭാതത്തിലെ ആമാശയത്തിൽ ചെല്ലുന്ന ആദ്യത്തെ ഭക്ഷണം അത് 7 അജ്വ ഈത്തപ്പഴമായാൽ ലം യദുറുഹു ഫീ ദാലികൽ യൗമി സമ്മുൻ വലാ സിഹ്റുൻ. ഹബീബായ നബി തങ്ങൾ പറയാ, ഔഷധമാണേ മദീന, ആനന്ദമാണേ മദീന, അത്ഭുതമാണേ മദീന. അവിടെ മുളച്ചുപോയ അജ്വ ഈത്തപ്പഴം പോലും ആരെങ്കിലും രാവിലെ 7 അജ്വ ഈത്തപ്പഴം കടിച്ചാൽ അന്നേ ദിവസം അവന് വിഷബാധയുണ്ടാവുകയില്ല, അന്നവന് വിഷം തോണ്ടുകയില്ല, അന്നവനാരെങ്കിലും സിഹ്ർ ചെയ്താൽ അവനാ സിഹ്ർ ഏൽക്കുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പാമ്പിന്റെ ഉഗ്രവശത്തെ പോലും നിർവീര്യമാക്കാൻ കഴിയുന്ന, ക്യാൻസറിന് പോലും മരുന്നന്വേഷിച്ചു പോയ ലോകത്തിന്റെ ഗവേഷണം എത്തിയത് മദീനത്തിന്റെ ഈത്തപ്പഴത്തിലേക്കാണെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ആ ഈത്തപ്പഴമാണ് ജീവിതത്തിന്റെ രുചിശതമെന്ന്.